الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ മനുഷ്യർക്കും സുഖവും സമാധാനവും സുരക്ഷയും ഉണ്ടാവണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ വ്യക്തികളും, എല്ലാ സമൂഹങ്ങളും, എല്ലാ മതവിഭാഗങ്ങളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ലോകരാഷ്ട്രങ്ങളുടെ പൊതുവേദികളും ഒക്കെ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും സമാധാന ജീവിതമുണ്ടാവണം, ആരും ആരെയും ഉപദ്രവിക്കാതിരിക്കണം എന്നതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് ഉപദ്രവം, കയ്യേറ്റം, കലഹം, യുദ്ധം, പീഡനം, ബലാത്സംഗം തുടങ്ങി വിവിധ തരത്തിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് ആലോചിക്കേണ്ട സമയമാണിത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിഷമത്തോടുകൂടി ജീവിക്കുന്നത്, ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമാവുന്നത്, ഏറ്റവും കൂടുതൽ സുരക്ഷയില്ലായ്മ അനുഭവിക്കുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, കുട്ടികളെ കൊലപ്പെടുത്തുന്നു, അതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളെ കൊലപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള തിക്ത ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അനാവശ്യ ബന്ധങ്ങൾ വളർന്ന് അവസാനം രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകം നടത്തുന്നു, അങ്ങനെ പലതും. നമുക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയുണ്ട്, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ. അവരെ സ്കൂളിൽ അയക്കുന്നത്, അവരെ കോളേജിൽ വിടുന്നത്, അവരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത് ഒക്കെ രക്ഷിതാക്കൾക്ക് വലിയ പേടിയുള്ള സംഗതികളാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യവും. സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത ഒരു സമൂഹം, മാന്യരല്ല അവർ. സമൂഹത്തിൻ്റെ പകുതിയോളം, നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പകുതിയിലധികം സ്ത്രീകളാണ്. അവർക്കിവിടെ സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരവസരമില്ല എങ്കിൽ ആ സമൂഹം മാന്യരല്ല ആ സമൂഹത്തിലുള്ളവർ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പുരുഷന്മാരും സ്ത്രീകളും ഉള്ളതാണ് സമൂഹം. പുരുഷൻ പുരുഷനാണ്,
സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ശരീരശാസ്ത്രപരമായി, ലൈംഗിക ശാസ്ത്രപരമായി, മനഃശാസ്ത്രപരമായി ഒക്കെ തെളിയിക്കപ്പെട്ട കുറേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. സ്ത്രീയുടെ ശരീരം പുരുഷൻ്റെ ശരീരം, സ്ത്രീയുടെ ശബ്ദം പുരുഷൻ്റെ ശബ്ദം, സ്ത്രീയുടെ ശരീരത്തിൻ്റെ വശ്യത, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് സത്യമാണ്. ഈ സെക്സോളജി അങ്ങനെ ഒരു ശാസ്ത്രശാഖയുണ്ട്, ലൈംഗിക ശാസ്ത്രം. സെക്സോളജിയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നോക്കിയാൽ, പഠനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, സ്ത്രീയുടെ ശരീരം പുരുഷന് ആകർഷകമാണ്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീയുടെ പല ഭാഗങ്ങളും, സ്ത്രീയുടെ കഴുത്ത്, സ്ത്രീയുടെ തല, സ്ത്രീയുടെ സ്തനങ്ങൾ, മറ്റ് ശരീരഭാഗങ്ങളൊക്കെ പുരുഷന് ആകർഷകമായി തോന്നുന്നതാണ്. സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്നത് ഇത്തരത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടിപ്പിൽ സൃഷ്ടാവായ അല്ലാഹു സ്ത്രീ ഒരു ലോലമായ, മൃദുലമായ, വശ്യമായ പ്രകൃതിയോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല, അത് ഉള്ള ഒരു സംഗതിയാണ്, അങ്ങനെ ഉണ്ടാവും. ആ ഒരു വശ്യതയിലാണ് ഇണകൾ തമ്മിലുള്ള ബന്ധം ശക്തമായി നിൽക്കുന്നത്. ആ ഇണകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, ഇണകൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ഒരു വശ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് ഹലാലായ നിലക്ക്, അനുവദിക്കപ്പെട്ട നിലക്ക് നടന്നു പോകണം എന്നതാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ പ്രായമായാൽ നമ്മളവരെ വിവാഹം ചെയ്യിപ്പിക്കുന്നത്. ഖുർആനിൽ വാങ്കിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളിഹി വല്ലാഹു വാസിഉൻ അലീം. ഇത് സമൂഹത്തോടുള്ള ഒരു കൽപ്പനയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അവിവാഹിതരായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കണം. അത് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഈ യകൂനു ഫുഖറാ, അവർ ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ പോലും യുഗ്നിഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തആല അവൻ്റെ ഔദാര്യം നൽകും, കല്യാണം സമയത്തിന് നടത്തണം എന്ന്. അതെന്തിനാ? ലൈംഗികത, സെക്സ് എന്ന് പറയുന്നത് അതൊരു അപരാധമല്ല. സെക്സ്, ലൈംഗികത മനുഷ്യ ശരീരത്തിലുള്ള ഒരു വികാരമാണ്. അത് അല്ലാഹു തആല നിക്ഷേപിച്ചതാണ്. അത് നിരോധിക്കുകയല്ല, അത് ഹലാലായ നിലക്ക് അനുവദിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. ലൈംഗിക ജീവിതം നിഷിദ്ധമാക്കിയ പല സമൂഹങ്ങളിലും പിന്നീട് അത് അനുവദിക്കാനുള്ള കാരണം ലൈംഗിക രംഗത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ്. അപ്പോൾ പ്രായമായ ആളുകൾക്ക്, വിവാഹപ്രായമായ ആളുകൾക്ക് വിവാഹം നടത്തി കൊടുക്കുക, ഇണകൾ തമ്മിൽ വളരെ ഇഷ്ടത്തിൽ ജീവിക്കുക, അവരനുഭവിക്കുന്ന ലൈംഗിക ആസ്വാദനങ്ങളും ആനന്ദവും ലൈംഗിക സുഖവുമൊക്കെ അവർ തമ്മിലായി പരിമിതപ്പെടുത്തുക. ഇതാണ് പ്രായോഗികമായ ഒരു രൂപം. ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ, അത് നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ട്. അതുപോലെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ നിയമങ്ങളുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ മാത്രം നോക്കാനുള്ള മന്ത്രാലയവും മന്ത്രിയുമുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അത് പെട്ടെന്ന് പരിഹരിക്കുവാനുള്ള കോടതികളുണ്ട്. എന്നിട്ടും നാം കേൾക്കുന്നത് അരുതാത്ത വാക്കുകളാണ്. സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുമ്പോഴേ അയാളെ കണ്ണ് എങ്ങോട്ടാ പോകുന്നതെന്ന് അവർക്കറിയും അത്രേ. ആ നോട്ടം ഒരു ശരിയായില്ല എന്ന് സ്ത്രീകൾക്ക് മനസ്സിലാവുമെന്നാണ്. മനസ്സിൽ മോശമായ വിചാരം വെച്ചൊരു പെണ്ണിനോട് സംസാരിച്ചാൽ ആ പെണ്ണിനത് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഖുർആൻ നിരോധിക്കുന്നതിന് മുമ്പ് വഴി അടക്കാൻ പറയുന്നുണ്ട്. കുറ്റകൃത്യങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെട്ടിട്ട് അവിടെ ഉപദേശിച്ചിട്ടോ പിന്നെ ശിക്ഷിച്ചത് കൊണ്ടോ അതിനൊരു പൂർണ്ണ പരിഹാരം ഉണ്ടാവില്ല. സദ്ദുദരിയ എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അതിന് പറയാം. സദ്ദുദരിയ എന്ന് പറഞ്ഞാൽ വഴി അടക്കുക.
ഖുർആൻ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, സൂറത്ത് ബനു ഇസ്രായേലിലെ 32-ാമത്തെ ആയത്താണത്. സൂറത്തുൽ ഇസ്രാ 32. അതിൽ പറയുന്നത് വലാ തഖറബു സിന, നിങ്ങൾ സിന വ്യഭിചാരത്തോട് അടുക്കരുത്, അത് ഇന്നഹു കാന ഫാഹിഷതൻ വളരെ മോശമാണ്, വസാഅ സബീല വളരെ ദുഷിച്ച ഒരു മാർഗവുമാണത് എന്ന്. എന്താ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞത്? ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ അറിയാം. ഒരുപാട് വിശദീകരണങ്ങൾ വലിയ വലിയ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാള് ഒരു വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാ? അത് പെട്ടെന്ന് ഒരു ദിവസം നല്ലൊരു മനുഷ്യൻ രാവിലെ എണീറ്റ് വ്യഭിചരിക്കാൻ പോവില്ല, പിന്നെ മെല്ലെ 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 അവിടേക്ക് എത്തിച്ചേരുകയാണ്. അത് ചിലപ്പോൾ ഒരു കാഴ്ചയാവും, അതിൻ്റെ മുകളിലുള്ള സംസാരമാകും, പിന്നീടുള്ള ബന്ധങ്ങളാകും, അവസാനം അനിയന്ത്രിതമായി മറ്റെല്ലാം മറന്ന് അവിഹിത ബന്ധത്തിൽ എത്തിപ്പെടുകയാണ്. ഖുർആൻ എത്ര കൃത്യമായി പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയുക, കുല്ലിൽ മുഅ്മിനീൻ, എന്താ പറയേണ്ടത്? യഗ്ളുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്തണം എന്ന്. അവിഹിതമായ കാര്യങ്ങൾ നോക്കിയിരിക്കരുത് എന്ന്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അന്യ സ്ത്രീയെ നോക്കിയിരിക്കരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യഭാഗങ്ങളെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണമെന്നും പറയുക. ഇത് നോക്കൂ, ഇത് തമ്മിലുള്ള ബന്ധം, കണ്ണും ഗുഹ്യഭാഗവും തമ്മിൽ എന്താ ബന്ധം? ആ കാഴ്ചയിൽ നിന്നാണ് വൃത്തിയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് തെറ്റി അവിഹിതമായ ലൈംഗിക ബന്ധത്തിലേക്ക് എത്തുന്നത് എന്നർത്ഥം. സ്ത്രീകളോട് പറയാൻ ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് വൃത്തി പാലിക്കാൻ നല്ലത് എന്നാണ്, ശുദ്ധി പാലിക്കാൻ നല്ലത് എന്നാണ്. എന്ന് പറഞ്ഞാൽ മാന്യമായ നിലക്ക് ധാർമ്മിക ജീവിതം നയിക്കാൻ ഇത് സൂക്ഷിക്കണം എന്നാണ്. അന്യ സ്ത്രീകളെ നോക്കിയിരിക്കെ പോലും ചെയ്യരുത് എന്നാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അല്ലാഹു തആല സൂക്ഷ്മമായി അറിയുന്നവനാണ് അവരെന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ മനസ്സറിയുന്ന അള്ളാഹുവിന് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് സ്ത്രീകളോട് പറഞ്ഞു. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, സത്യവിശ്വാസിനികളോട് സ്ത്രീകളോട് പറയുക അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. അതുപോലെ തന്നെ വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗിക ഭാഗങ്ങളെ അവർ സൂക്ഷിച്ച് ധർമ്മനിഷ്ഠയിൽ സൂക്ഷിച്ച് നിർത്തട്ടെ എന്ന്. അപ്പം ആണുങ്ങൾ പെണ്ണുങ്ങളെയും പെണ്ണുങ്ങൾ ആണുങ്ങളെയും നോക്കിയിരിക്കുക എന്നത് പോലും അത് നമ്മെ നിയന്ത്രിക്കുന്നതിന് ഉപകാരമാകും എന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് സംസാരം. സംസാരത്തിൽ അത്യാവശ്യ സംസാരമല്ലാതെ കൂടുതലൊരു ബന്ധത്തിലേക്ക് നീങ്ങുന്ന സംസാരം പാടില്ല എന്നാണ്. വലാ യഖ്ളഅന ബിൽ ഖൗലി, സ്ത്രീകളോട് പറയുന്നതാണ്. ആയത്ത് തുടങ്ങുന്നത് യാ നിസാ യാ അയ്യുഹൻ നബിയ്യ ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, അല്ലയോ പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്ത്രീകളോടും പറയുക എന്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രങ്ങൾ, ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണം, അത് താഴ്ത്തിയിടണം. ദാലിക അദ്നാ അൻ യുറഫ്ന വലാ യുഅ്ദൈന, അതാണ് അവർ മുഅ്മിനീങ്ങളായ സ്ത്രീകളാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനും അതുവഴി അവർക്ക് പിന്നെ യാതൊരു ഉപദ്രവം ഏൽക്കാതിരിക്കാനുമാണ് എന്ന്. നിങ്ങൾ സ്ത്രീകളോട് ചോദിച്ചു നോക്കൂ, നമ്മുടെ പെൺമക്കളോട്, ശരിക്കും ശരീരത്തിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ മറച്ചു നടക്കുന്ന പെൺകുട്ടികൾക്കാണോ സ്ത്രീകൾക്കാണോ? അല്ല, ശരീരഭാഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ആകർഷിപ്പിക്കുന്ന വിധത്തിൽ കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചോ ധരിക്കാതെയോ നടക്കുന്നവർക്കാണോ അന്യരിൽ നിന്നുള്ള ശല്യം കൂടുതൽ ഉണ്ടാവുക? ശല്യം കൂടുതൽ ഉണ്ടാകുന്നത് നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകൾക്കാണ്. അങ്ങനെ അവർക്കതിന് ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരും എന്നാണ്. അപ്പം ശരീരം മറച്ചു വെച്ച് ജീവിക്കുക, എന്നിട്ട് അവർക്ക് വിഷമമില്ലാതിരിക്കുക എന്നാണ്.
വകാന അല്ലാഹു ഗഫൂറ റഹീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ സംസാരിക്കുമ്പോൾ അത് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാ യഖ്ളഅന ബിൽ ഖൗലി. അവർ സംസാരത്തിൽ, പെണ്ണുങ്ങൾ അന്യ പുരുഷനോടുള്ള സംസാരത്തിൽ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് സംസാരിക്കരുത് എന്നാണ്. അത് അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും? ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറളുൻ. മനസ്സിൽ രോഗമുള്ള ആളുകൾ, എന്നാൽ ദുഷ്ചിന്തയുള്ള ആളുകളുടെ മനസ്സിൽ വേണ്ടാത്തത് തോന്നുന്നു. ഒരു പെണ്ണ് വന്നിട്ട് ആവശ്യത്തിലേറെ വർത്തമാനം പറയുന്നു, കൊഞ്ചിക്കൊഴിയുന്നു, അവനെ താല്പര്യപ്പെടുത്തുന്ന വിധത്തിൽ പെരുമാറുന്നു. അങ്ങനെ വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിൻ്റെ ഉള്ളിൽ മോശ വിചാരങ്ങളുള്ള മനുഷ്യൻ അതിൽ പെട്ടുപോകും എന്നാണ്. വഖുൽന ഖൗലൻ മഅറൂഫ, നല്ല വാക്ക് മാത്രം അവർ പറയാൻ പാടുള്ളൂ എന്നാണ്. അതായത് നല്ല നിലക്കായിരിക്കണം സംസാരിക്കുന്നത്. മോശമായ നിലക്ക് ഇത്തരത്തിലുള്ളൊരു ആപത്തിലേക്ക് എത്തിപ്പെടുന്ന വിധത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു സംസാരം, ഒരു കാണൽ, പിന്നീടുള്ള ബന്ധപ്പെടൽ, അതൊക്കെ ഇവിടെ എത്തിച്ചേരും. നിങ്ങൾ നോക്കൂ, എവിടെയാ 3 കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അടുത്ത പത്രത്തിൽ വന്ന 3 കുട്ടികളുടെ അച്ഛനാണ്, പിതാവാണ്. ആ മനുഷ്യൻ ഒരു സ്ത്രീയുടെ കൂടെ പോയി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായി. മക്കൾ കാര്യം, ഭാര്യയുടെ കാര്യം ഒന്നും അയാൾക്ക് ആ സമയത്ത് ഓർമ്മ വന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ത്രീ, ഒരു വനിതാ സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് അടുത്ത ദിവസങ്ങളിൽ വേറൊരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. അവൾക്ക് 2 മക്കളുണ്ട്. ഇതെന്താ? പരീക്ഷയുടെ തലേ ദിവസം ആൺ സുഹൃത്തിൻ്റെ കൂടെ പോയ പെൺ സുഹൃത്ത് ലോഡ്ജ് മുറിയിൽ മരിച്ചു. അപ്പം അതിലൊക്കെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത്. അങ്ങനെയില്ല. പരിചയമുണ്ട് എന്നതിൻ്റെ അപ്പുറത്ത് യാത്ര ചെയ്തും റൂമെടുത്തും താമസിക്കുന്ന വിധത്തിലേക്കുള്ള സൗഹൃദം, അതിൻ്റെ അന്ത്യം ഇങ്ങനെ തന്നെ ഒക്കെ ആയിരിക്കും എന്നതാണ്. ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഒരു ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സെക്സോളജി പറയുന്നത് സ്ത്രീയുടെ ശരീരവും സ്ത്രീയുടെ ശബ്ദവും സ്ത്രീയുടെ അംഗലാവണ്യവുമൊക്കെ പുരുഷനെ കൂടുതൽ ആകർഷിപ്പിക്കുന്നു എന്നാണ്. എങ്കിൽ സ്ത്രീകളാണ് അവരുടെ ശരീരം കരുതേണ്ടത്, അതിനനുസരിച്ച് പെരുമാറേണ്ടത്. ഇപ്പം നമുക്ക് ആരാണ് ഈ പീഡിപ്പിക്കുന്നത്? നമുക്ക് തോന്നും വളരെ മോശക്കാരാണെന്ന്. മോശക്കാരല്ല, സ്ത്രീകൾ പറയാഞ്ഞിട്ടാണ്. നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളല്ലേ എന്ന് വിചാരിച്ച് പറയാഞ്ഞിട്ടാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നാം വായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, മതപണ്ഡിതന്മാർ, വലിയ അറിയപ്പെട്ട വ്യവസായികൾ, എന്തിനേറെ വളരെ കൂടുതൽ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന ആളുകൾ, അങ്ങനെ പല ആളുകളും ഇതിൽ പെട്ടുപോകുന്നു. ആ പെട്ടുപോകുന്നത് അവിടേക്ക് ഘട്ടം ഘട്ടമായി ഒരു പ്രവേശനം ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ്. അനാവശ്യമായി ബന്ധപ്പെടുന്നു എന്ന് തോന്നിയാൽ അവിടെ വെച്ചത് നിർത്താൻ കഴിയണം. സ്ത്രീ ആയാലും പുരുഷനായാലും അത് മതി, അവിടെ നിർത്താൻ കഴിയണം. മുമ്പത്തെക്കാളേറെ സാമൂഹിക മാധ്യമങ്ങളുടെ വളർച്ച കൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞ ഈ വഴി അടക്കുക എന്നത് മുഴുവൻ അടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എത്തുന്നത്. കാരണം ടെലിഫോണുണ്ട്, ഫേസ്ബുക്കുണ്ട്, അതുപോലെ വാട്സാപ്പുണ്ട്, വേറെയും പല സംഗതികളുമുണ്ട്. അതിലൂടെയൊക്കെയാണ് ആളുകൾ ബന്ധപ്പെടുന്നത്. 24 മണിക്കൂറും ഒരാൾക്ക് വേറൊരാളുടെ ഫോണോ ഇത്തരം ഉപകരണങ്ങളോ നോക്കാനും കഴിയില്ലല്ലോ. അപ്പം സ്വയം നിയന്ത്രിക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഔറത്ത് മറക്കുക എന്നത് അതൊരു പീഡനമല്ല. അപ്പം സ്ത്രീകളോട് പുരുഷൻ മറക്കുന്നതിനേക്കാൾ ഏറെ ഭാഗങ്ങൾ മറക്കാൻ പറഞ്ഞത് ആ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അവരാക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, അവളെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് എന്നതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, എത്ര നല്ല നല്ല ആളുകൾ ഇതുപോലെ ഓരോ കെണി കുടുങ്ങിയിട്ട് അപഹാസിതരായി ജീവിക്കേണ്ടി വരുന്നു. വീട്ടിലേക്ക് പോയിക്കൂടാത്ത അവസ്ഥ വരുന്നു, നാട്ടിലേക്ക് പോയിക്കൂടാത്ത അവസ്ഥ വരുന്നു, രാജ്യം വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആദ്യം ആലോചിക്കാൻ കഴിയുമെങ്കിൽ ആളുകൾ അത് ചെയ്യൂലല്ലോ. ആളുകൾ ചെയ്യില്ല. നമ്മുടെ രാജ്യത്താണെങ്കിലും ഉള്ള ഒരു പ്രശ്നം, ഇവിടെ ശിക്ഷയും കുറ്റമായി കരുതുന്നതും ബലാത്സംഗമാണ്. ഉഭയകക്ഷി സമ്മതത്തോടുകൂടി നടന്ന അന്യ സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക ബന്ധം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് കുറ്റമല്ല. ഒരു സ്ത്രീയും പുരുഷനും
ഒന്നിച്ച് തൃപ്തിയോടുകൂടി സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധം നടത്തിയാൽ അത് കുറ്റമല്ല. നമ്മുടെ ഭൗതിക നിയമത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിൽ, പല രാജ്യത്തും അങ്ങനെയാണ്. ആകെയുള്ളത് പീഡിപ്പിച്ചോ എന്നതാണ്. അവൾക്ക് ഇഷ്ടമില്ലാതെ അവരെ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടോ എന്നതാണ്. അതാവട്ടെ തെളിയിച്ച് കൊണ്ടുവരുവാൻ വലിയ പ്രയാസവുമാണ്. പലരും ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ബന്ധപ്പെട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നെ അത് പീഡനമായി 10-20 വർഷം കഴിഞ്ഞ് പരാതിപ്പെടുന്ന അവസ്ഥയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൽ വൃത്തിയുള്ള ജീവിതമുണ്ടാവാൻ, ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുവാൻ നാം ചെയ്യേണ്ടത് വഴിയടക്കുക എന്നതാണ്. അത് സംസാരത്തിലും വേഷവിധാനങ്ങളിലും പെരുമാറ്റത്തിലും കാഴ്ചയിലും എല്ലാം അതുണ്ടാവണം. വിലപ്പെട്ട ഒരു വസ്തു സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വസ്തുവിനോടുള്ള ഒരു നിലവാരം കുറഞ്ഞ പെരുമാറ്റമല്ല, അത് ആ വസ്തുവിനോടുള്ള ഇഷ്ടവും ബഹുമാനവുമാണ്. അപ്പം അത്രത്തോളം വിലയില്ലാത്തൊരു സാധനം നമുക്ക് ഇവിടെയൊക്കെ കടകളുടെ മുറ്റത്തൊക്കെ കണ്ടില്ല, പല സാധനങ്ങളും കട അടച്ചു പോയാലും മുറ്റത്തൊക്കെ ഉണ്ടാവും. കാരണം അത് അത്രയൊന്നും വിലയില്ല, ആരും എടുത്തുകൊണ്ട് പോവുകയില്ല. നേരത്തെ വില പിടിച്ച സാധനം അത് ലോക്കറിൽ വെച്ച് പൂട്ടി അവിടെ പുറത്തൊരു സെക്യൂരിറ്റിയും പിന്നെ അവിടെ CC ക്യാമറയും ഒക്കെ വെച്ചിട്ട് നമ്മൾ വിലയാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, സ്ത്രീകൾ മൊത്തത്തിൽ നമുക്കേറെ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ടു പോയിക്കൂടാ എന്നതുകൊണ്ടാണ് വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. എത്ര നല്ല മനുഷ്യരായാലും നമ്മളൊക്കെ എത്ര ആദരിക്കുന്ന വ്യക്തികളായാലും അവരൊക്കെ അനിയന്ത്രിതമായി പോകുന്ന ഒരു സംഗതിയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ആൺ പെൺ ബന്ധങ്ങളിൽ വന്നുകൂടുന്ന തിന്മകൾ. എത്രത്തോളം ബന്ധമാവാൻ, ഇപ്പം നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങൾ ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമോ? അതില്ലല്ലോ. നിർബന്ധിത സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് നമ്മുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ പല സ്ത്രീകൾക്കും ഷോപ്പിൽ പോയി സാധനം വാങ്ങണം, അങ്ങനെ പലതുമുണ്ട്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ത്രീകൾ പകുതിയിലേറെ സീറ്റിലേക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പരിമിതിയെക്കുറിച്ച് നമ്മൾ അറിയാം, പരിധി എത്രയാണെന്നറിയാം. ഇപ്പോൾ കണ്ടില്ല, ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയപ്പോൾ വളരെ മോശമായിട്ടാണ് നമ്മുടെ സ്ത്രീകൾ, പെൺകുട്ടികൾ ആ രംഗത്ത് വന്നത്. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. പക്ഷേ നമുക്കതിലൊരു കൂടുതൽ ജാഗ്രത വേണമല്ലോ. ആ ജാഗ്രത കുറവുണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതും സംഭവിക്കും. നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടും, നമ്മുടെ ഭാര്യമാരെ നഷ്ടപ്പെടും, പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടും, മക്കൾക്ക് പിതാവിനെ നഷ്ടപ്പെടും, മാതാവിനെ നഷ്ടപ്പെടും. അപ്പം ആ പരിധിയും പരിമിതിയും സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ അതിൻ്റെ തിക്തഫലം, നമുക്ക് താങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഏത് രംഗത്തും ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ മനുഷ്യന് മൊത്തം ഉപകാരപ്പെടുന്നതാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ, എല്ലാവരും സമ്മതിക്കല്ലോ അത് ശരിയാണെന്ന്. അത് ശരിയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മക്കളെ ഒരു സ്കൂളിൽ അയച്ചാൽ, ഹോസ്റ്റലിൽ അയച്ചാൽ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടി നാളെ ഒരു ഹോസ്റ്റൽ റൂമിൽ താമസിച്ചോട്ടെ എന്ന് വെക്കുമോ? വെക്കൂലല്ലോ. നമ്മളെവിടെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഏതെങ്കിലും കാര്യത്തിന് സ്ത്രീകളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് റൂം എടുത്ത് താമസിക്കാം, അത് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അറിയുന്നവരല്ലേ, മാന്യന്മാരല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം രണ്ടാളുകൾ ഒരു സ്ഥലത്ത്, അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്തായാൽ
മൂന്നാമനായി അവിടെ ശൈത്താൻ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും, അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റക്കായി പോയാൽ അവിടെ മൂന്നാമനായി ശൈത്താൻ വരും. ശൈത്താനിയത്ത് തോന്നിപ്പിക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കഴിയുന്നത്ര നമ്മൾ ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ കൂടെ മഹറമായ ഒരാളെ കൊണ്ടുപോവുക. വാപ്പ, സഹോദരൻ, ഭർത്താവ്, മക്കൾ, ആരെയെങ്കിലും. അതുപോലെ തന്നെ സ്ത്രീകളുടെ കൂടെ യാത്ര ചെയ്യേണ്ട അവസരത്തിൽ പുരുഷന്മാരായ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫാമിലിയെ കൂടെ കൂട്ടാം. ഭാര്യ, ഉമ്മ, സഹോദരി, പെൺമക്കൾ ആരെങ്കിലും കൂടെ കൂട്ടാം. അതാണ് ഏറ്റവും സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്നത് വളരെ കൃത്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മതപരമായി എല്ലാവരും സമ്മതിക്കുന്നതാണ്. മതവിശ്വാസം ഇല്ലാത്ത ആളുകളും കുടുംബവും കുടുംബജീവിതവും ഒക്കെ മാന്യമാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും സമ്മതിക്കുന്നതാണ്. എല്ലാ നിയമങ്ങളും സമ്മതിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് ശാസ്ത്രവും അംഗീകരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ശരീരശാസ്ത്രം, ലൈംഗിക ശാസ്ത്രം തുടങ്ങിയവ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയല്ലാതെ നമുക്ക് വൃത്തിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യവും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ, വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക. ഈ 23-ാമതോടു കൂടി അത് തീരും. അത് തീർന്നിട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇപ്പം തന്നെ നമ്മളത് ആ ഡേറ്റ് പബ്ലിഷ് ചെയ്താൽ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ പേരുണ്ടോയെന്ന്. എന്നിട്ട് ഇല്ല എങ്കിൽ ആ ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ പേര് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി BLOമാർ മുഖേന പറയണം. BLOമാർ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുമല്ലോ, ബൂത്ത് ലെവൽ ഓഫീസർമാർ, അവരോട് പറഞ്ഞ് ചേർപ്പിക്കണം. അത് വെറും ഒരു വോട്ടവകാശമല്ല, അത് പൗരത്വത്തിനും കൂടി കണക്കാക്കുന്ന ഒരു രേഖയായി തീരുമെന്നാണ് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ പറയുന്നത്. നമ്മൾ അശ്രദ്ധ കാണിച്ചുകൂടാ, ജാഗ്രതയുണ്ടാകണം ഈ കാര്യത്തിൽ എന്ന് വീണ്ടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന കുറ്റങ്ങൾ, തെറ്റുകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും മാറ്റിത്തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.